ഇപ്പൊ നൈറ്റ് ലൈഫിനെ സംബന്ധിച്ച് അത് അതിൻ്റെതായിട്ടുള്ള സംവിധാനത്തിൽ പോകുന്നതിന് തിരക്കിടുന്നില്ല. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ കൊച്ചി നഗരത്തെ ഒന്ന് നോക്കി കണ്ടാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ നൈറ്റ് ലൈഫിന്റെയും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന സംഭവവികാസങ്ങൾ 2 ദിവസം മുമ്പുള്ള ഇന്നലെ തുടങ്ങിയുള്ള മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ UC കോളേജിന് മുമ്പിൽ എന്താ നടന്നത്? ഇത് നൈറ്റ് ലൈഫിന്റെ ഭാഗമാണോ? ഇവിടെ ഈ ആലിഞ്ചോട്ടിൽ എന്താ നടന്നത്? വാർത്ത വരുന്നു. നൈറ്റ് ലൈഫിന്റെ ഭാഗമാണോ? അതേപോലെ തന്നെ മയക്കുമരുന്നും മദ്യത്തിന്റെയും കേന്ദ്രമായിട്ട് 2017 ഞാൻ ആ ജോലിയും കൊണ്ടിറങ്ങിയത് മറൈൻ ഡ്രൈവിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അതേപോലെ അന്ന് ആ കാലഘട്ടത്തിൽ ഇതിന്റെ തുടക്കമാണ്. സാമൂഹിക ചുമതല ഏറ്റെടുത്തിട്ടുണ്ടോ? സാമൂഹിക ചുമതല എന്നല്ല, നമ്മൾക്കൊരു ധാർമ്മികതയുണ്ട്. ഞാനൊരു പാർട്ടിയുടെ, ശിവസേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലീഡർ എന്ന രീതിയിൽ സമൂഹത്തോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, രാജ്യത്തിന്റെ സംസ്കാരത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, കുടുംബങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിന് വ്യതിചലനം ഉണ്ടാകുന്നിടത്ത് പ്രതികരിക്കും. ഈ ശിവസേനയുടെ ആസ്ഥാനമായ മുംബൈയിൽ നൈറ്റ് ലൈഫ് ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് സാർ, ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങളൊക്കെ കാണുന്നവരാ. ആ കാഴ്ചയല്ല ഇന്ന് കരൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് രാത്രി കാലങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോ നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ രാത്രിയില് MG റോഡിൽ വ്യാപിക്കുന്നു. നൈറ്റ് ലൈഫിനെ എതിർക്കുന്നില്ല. നൈറ്റ് ലൈഫ് അത് പോകേണ്ട സുരക്ഷിതവും സിസ്റ്റവും വേണം. അവിടെ കഞ്ചാവ് അടിച്ചും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ മാറണമെന്നാ പറഞ്ഞത്.